തൃക്കാക്കര നഗരസഭയുടെ പുതിയ കൗൺസിലർമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രഥമ കൗൺസിൽ ഇന്ന് നടന്നു. മുൻ ചെയർപേഴ്സണും മുതിർന്ന അംഗവുമായ MT ഓമനിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും കൗൺസിൽ യോഗം നിയന്ത്രിച്ചതും. ഇനി ആരാകും അടുത്ത ചെയർമാൻ? ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള 3 പേരുകൾ നന്മ 24 ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവർ 3 പേരുടെയും പ്രതികരണം നമുക്ക് കേൾക്കാം. ഫ്ലാഷ് കാണുന്ന ഒരു കിംവദന്തി ഉണ്ട്. എന്താണ്? ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്ന ഐക്യ ജനാധിപത്യം എന്ന ഭരണസമിതിയാണ് 2020 മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ചെയർമാനെ തീരുമാനിക്കുന്നതും അതിൻ്റെ തീരുമാനമെടുക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. ആ പാർട്ടി മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനം എന്തായാലും 26-ാം തീയതി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു ചെയർമാൻ ഉണ്ടാവും. ആരുമായാലും അംഗീകരിക്കുന്നുണ്ട്. 2 ചെയർമാൻ വേണ്ട, 5 വർഷത്തേക്ക് ഒറ്റ ചെയർമാൻ മതി എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. എന്താണ് അത്? മാധ്യമങ്ങളുടെ വാദങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എങ്കിലും എന്നത് പ്രസക്തിയല്ലല്ലോ രാഷ്ട്രീയത്തിൽ. കാരണം യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തിനാണ് എങ്കിലും? അല്ല, എങ്കിലും എന്ന് പറഞ്ഞാൽ 5 ചെയർമാനൊക്കെ മാറി വന്ന ചരിത്രത്തിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ചരിത്രമാണ്. ആ ത്യാഗം 25-ലും ആവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രങ്ങളും തൃക്കാക്കരയിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഒരുപിടി ചരിത്രങ്ങൾ നിലനിൽക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും കൃത്യമായി 26-ാം തീയതി ഉണ്ടാവും. 26-ാം തീയതി UDF നേതൃത്വത്തിൽ ഒരു ചെയർമാൻ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഈ ഇലക്ഷനിൽ വലിയ മെജോറിറ്റിയോട് കൂടിയാണ് UDF ഇത്തവണ അധികാരത്തിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശക്തമായ ഒരു ചെയർമാൻ UDF നേതൃത്വത്തിൽ ആ 5 വർഷക്കാലം, ഈ 5 വർഷം ഒരു ചെയർമാൻ, അത് പാർട്ടി, നമ്മുടെ പാർട്ടി UDF സംവിധാനമാണല്ലോ തീരുമാനിക്കേണ്ടത്. ഒരുപാട് അർഹതയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ എല്ലാ അർഹതകളും പരിഗണിച്ചുകൊണ്ട് ആ പാർട്ടി ഒരു തീരുമാനമെടുക്കും. ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അതിലിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമോ? അയ്യോ, ഇത് മാധ്യമങ്ങൾക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മാത്രമായിട്ട് നമ്മളതിനെ കാണും. ആര് എന്ന ചോദ്യത്തിൻ്റെ ആശങ്ക മാധ്യമങ്ങൾക്കും ചില സുഹൃത്തുക്കളുമാണ്. അതിന് മറുപടിയായി വളരെ കൃത്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂട്ടായി ഭരണം നടത്തുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലാണ്. തീർച്ചയായും UDF ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഉണ്ടാകും എന്നതിൽ ഒരാശങ്കയും വേണ്ട. പിന്നെ മാധ്യമങ്ങളും കുറേ ആളുകളൊക്കെ വലിയ താല്പര്യത്തോടു കൂടെ UDF നോക്കിക്കാണുകയാണ്. ആ നിങ്ങളുടെ താല്പര്യം നല്ല രീതിയിലാണ് എന്ന ശുഭാപ്തി വിശ്വാസം നിലനിൽക്കുമ്പോൾ 26-ാം തീയതി തൃക്കാക്കര UDF ഒരു മുനിസിപ്പൽ ചെയർമാനും അതോടൊപ്പം ഒരു വൈസ് ചെയർമാനും ഒരു ഭരണസമിതിയും ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. തൃക്കാക്കര ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ജനറൽ കൺവീനർ. അപ്പോൾ തൃക്കാക്കരയെക്കുറിച്ച്, തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തു. തൃക്കാക്കരയുടെ വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്തു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മീറ്റിംഗ്, ഒരു 4 IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകളെ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ ഒരു 25 വർഷമെങ്കിലും മുന്നോട്ട് കാഴ്ചപ്പാട് ഉള്ള ഭരണമായിരിക്കും. അപ്പം അതിനെക്കുറിച്ച്, തൃക്കാക്കരയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏകദേശം 2 ദശാബ്ദം മുമ്പാണ് തൃക്കാക്കരയുടെ വികസനത്തെ പറ്റി വളരെ സജീവ ചർച്ച തൃക്കാക്കരയിൽ തുടങ്ങിയത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം നമ്മൾ മുനിസിപ്പാലിറ്റി ഭരിച്ചെങ്കിൽ ഗവൺമെൻറ് ഒരു യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ പോയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സാധ്യമാക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഉന്നതമായ വലിയ വിജയം കൈവരിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രാതിനിധ്യം നമുക്ക് കിട്ടുന്ന വഴി ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി തൃക്കാക്കരയുടെ വികസനം സാധ്യമാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് വിധങ്ങളായ കുടിവെള്ളം, റോഡ് വികസനം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ തൃക്കാക്കരയിലുള്ളത്. ആളുകൾക്ക് നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമെന്ന് ഒരു മിനിമം ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് തൃക്കാക്കര നിവാസികൾ ഇന്ന് ജീവിക്കുന്നത്. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സജീവ ശ്രമമായിരിക്കും ഇത്തവണത്തെ അധികാരത്തിൽ വരുന്ന UDF മുനിസിപ്പൽ ഗവൺമെൻറ് തീരുമാനിക്കാൻ. ഐക്യജനാധിപത്യ മുന്നണി 2020-25 കാലഘട്ടത്തിൽ ഒരു ഭരണം നടത്തി. ഞങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, 2025 മുതൽ 30 വരെ ഉള്ള കാലയളവിൽ UDF അധികാരത്തിൽ വരുമെന്ന്. അത് 2 കൈയും നീട്ടി തൃക്കാക്കരയിലെ ജനാവലി ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങും ഈ കൗൺസിലിൻ്റെ തുടക്കവും. ആശങ്കയും ഭയപ്പാടുമൊന്നും വേണ്ട. UDF ഒരു മുനിസിപ്പൽ ചെയർമാൻ 6-ാം തീയതി
ഇവിടെ 26-ാം തീയതി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യും. ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ പോരായ്മയാണ്? അല്ല, തീർച്ചയായിട്ടും അത് ഒരു വലിയ ഫണ്ട് വേണ്ട കാര്യങ്ങളിൽ മുനിസിപ്പൽ ഫണ്ടിൻ്റെ പരിമിതികൾ എല്ലാവർക്കും അറിയാം. ഇവിടെ തദ്ദേശീയമായ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് മാത്രമാണ് മുനിസിപ്പൽ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റവും വരുമാനമുള്ള എറണാകുളം ജില്ലയ്ക്ക് കിട്ടേണ്ട പരിഗണന ഗവൺമെൻറ് ഭാഗത്ത് കിട്ടാത്തതുകൊണ്ടാണ്, നമ്മൾ പ്രത്യേകിച്ച് IT ഹബ്ബായ തൃക്കാക്കരയ്ക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പം മെട്രോ ഇങ്ങോട്ട് കടന്നു വന്നെങ്കിലും മെട്രോ അനുബന്ധ വികസനം എന്നും പറഞ്ഞ് നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ ഏകദേശം 36 റോഡും 8-9 ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് വലിയൊരു പ്രപ്പോസൽ കൊടുക്കേണ്ടായി. അപ്പോൾ കൊച്ചി മെട്രോ അതിന് സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞെങ്കിലും അവസാന നിമിഷം അവർക്ക് ഫണ്ടില്ല എന്നും പറഞ്ഞിട്ട് അവർ പുറകോട്ട് പോകാനുണ്ടായി. അപ്പോൾ അതിനെല്ലാം ശക്തമായ ഒരു ഇടപെടൽ ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഇപ്രാവശ്യം നല്ല ഷാജി വാഴക്കാല പോലെയുള്ള എല്ലാ സീനിയർ ആയ ആൾക്കാരുണ്ട്, അതോടൊപ്പം ജൂനിയർ ആയിട്ടുള്ള നമ്മുടെ തോംസനെ പോലെയുള്ള ജൂനിയർ ആയിട്ട് ആൾക്കാരുണ്ട്. എല്ലാവരെയും എല്ലാം ഒരു സമ്മിശ്രമായ ശക്തമായ ഒരു UDF സംവിധാനമാണ് നിലവിൽ വരാൻ തുടങ്ങിയാണ്. എല്ലാവരുടെയും 48 പേരുടെയും സഹായ സഹകരണങ്ങൾ തൃക്കാക്കര നഗരസഭയുടെ വികസനത്തിനും നമ്മുടെ നാടിന്റെ പുരോഗതിക്കും ഉണ്ടാകണമെന്ന് മാത്രം കേരള മുനിസിപ്പാലിറ്റി നിയമം 12(1) വകുപ്പ് പ്രകാരം നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ചുകൊണ്ട് 2025 ഡിസംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച നഗരസഭാ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യോഗം ചേരുവാനുള്ള തീയതിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു.